Hi, I'm Kavya Madhavan. You're watching me on webindia123.com. പിണക്കമാണു എന്നോടിണക്കമാണു അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ മിടുക്കിപ്രാവിൻ നെഞ്ചിൻ മിടിപ്പ് പോലെ തുടിച്ചു ചാഞ്ചാടും. സന്തോഷേട്ടൻ്റെ ഫ്രെയിമില് ആര് വന്നാലും അവർ ഭയങ്കര സുന്ദരിയായിരിക്കും, ഭയങ്കര സുന്ദരന്മാരായിരിക്കും. അതിപ്പോൾ ഞാൻ തന്നെ പോയിട്ട് നിൽക്കണം എന്നൊന്നുമില്ല. പിന്നെ ഒരാളുടെ മുഖത്ത് എന്താണ് അവരുടെ മുഖത്തുള്ള അത് ഒരു പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു സന്തോഷേട്ടന് അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാറെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഇത്രയും വർഷത്തെ അഭിനയ ജീവിതത്തിനിടയിൽ എൻ്റെ കണ്ണുകൾക്ക് ഇത്രയും ഒരു പ്രാധാന്യം വേറെ ഒരു സിനിമയിലും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. ഈ സിനിമയിലാണ് ഞാൻ തന്നെ പല സ്ഥലത്തും ഞാൻ പോലും അറിയാതെയൊക്കെയാണ് കണ്ണിലേക്കൊക്കെ സൂം പോവുക, പിന്നെ ഷോട്ട് തുടങ്ങണത് കണ്ണീന്ന്, അങ്ങനെയൊക്കെയുള്ള കുറേ എനിക്ക് എൻ്റെ കണ്ണിനെ കുറിച്ചിട്ട് ഒരുപാട് പേര്, ഈവൻ പുറത്തുള്ള മലയാളികളല്ലാത്ത പുറത്തുള്ള ആൾക്കാർ വരെ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഈ ഒരു പടത്തിന് ശേഷമായിരുന്നു. കാരണം സന്തോഷേട്ടൻ്റെ പടമാകുമ്പോൾ പുറത്തുള്ള ഫീൽഡിലുള്ള ആൾക്കാർ, വേറെ ലാംഗ്വേജിലുള്ള ആൾക്കാരൊക്കെ കാണുമല്ലോ. ഒരുപാട് പേര് അങ്ങനെ മുടീനെ കുറിച്ചിട്ടും കണ്ണിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈശ്വര ഇത്രയും വർഷമായിട്ട് അത് ചിലപ്പോൾ സന്തോഷേട്ടൻ്റെ ആ ഒരു പടത്തിൽ സന്തോഷേട്ടൻ ഉപയോഗിച്ച രീതിക്കുള്ളതായിരിക്കാം. ഇത്ര നാളും പറയാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയണു. അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അറിഞ്ഞിരിക്കേണ്ട ഏതൊരു ആർട്ടിസ്റ്റും അറിഞ്ഞിരിക്കേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് സന്തോഷേട്ടനോട് വർക്ക് ചെയ്യാന്നുള്ളത്. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം, കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ ഞാൻ സിനിമയിലാണ്. അതുകൊണ്ട് തന്നെ പല ചോദ്യം എനിക്ക് വരാറുണ്ട്. പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആൾക്കാരിങ്ങനെ വരും, ഇങ്ങനെ സംസാരിക്കാനും ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ എന്താ തോന്നുന്നത്. എനിക്ക് പ്രത്യേകിച്ചിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം എനിക്കത് പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു മാറ്റമല്ല എൻ്റെ ജീവിതത്തിൽ. ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ടേ എനിക്ക് അങ്ങനെയാണ്. പൂക്കാലം വരവായാലും ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഇപ്പോഴും സ്റ്റില്ലൊക്കെ അടിച്ചിട്ട് നോക്കിയാലൊക്കെ എന്നെ കാണുള്ളൂ, പല്ലൊന്നുമില്ല എനിക്ക് അതിനകത്ത്. പക്ഷേ എൻ്റെ നാട്ടിൽ ഞാൻ അപ്പോഴേക്ക് ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവിയിട്ട് എനിക്ക് കിട്ടിയ എൻ്റെ നാട്ടിൽ. കാരണം അവിടെ ആ ഭാഗത്തെ ആരും സിനിമയിലില്ല. അതുകൊണ്ട് കാസർഗോഡ്, കണ്ണൂർ ആ ഭാഗത്തൊക്കെ ഞാൻ എവിടെ പോയാലും സിനിമയിൽ അഭിനയിച്ച കുട്ടി, ഏത് സിനിമ എവിടെയൊക്കെ നോക്കിയാൽ ചിലപ്പോൾ അബദ്ധമാവും, കാരണം കാണാനൊന്നുമില്ല അതിനകത്ത്. പക്ഷെ അങ്ങനെ ഒരു ഇതെനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഓർമ്മയിലോട്ട് അന്നൊന്നും അത് ആസ്വദിക്കാനുള്ളൊരു പ്രായമൊന്നും അല്ല എനിക്ക്. പക്ഷെ അപ്പോഴേ എനിക്ക് അങ്ങനെയാണ് എൻ്റെ ജീവിതം. സിനിമയിലല്ലാത്തൊരു ജീവിതം ശരിക്കും ഞാൻ ആസ്വദിച്ചിട്ടേ ഇല്ല.